ഞാനിന്ന് ഒരു ഹോം മെയ്ഡ് മിൽക്ക് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർക്കാം. ആ പാലിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ടുള്ള മൈദ എടുക്കാം. ഞാനൊരു ബൗളിലേക്ക് 125 ml കപ്പിന് 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയും മിൽക്ക് പൗഡറും കൂടിയുള്ള മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്കിത് കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുഴയ്ക്കാൻ കുറച്ചും കൂടി പാൽ ആവശ്യമുണ്ടെങ്കിൽ അല്പം പാലും കൂടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കാം. ഇപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ സ്റ്റിക്കിനെസ് ഒക്കെ ഒന്ന് മാറി കിട്ടും. ഇത് കുഴയ്ക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. 10 മിനിറ്റ് കുഴച്ചപ്പോഴത്തേക്കും അത് കയ്യിൽ പിന്നെ ഒട്ടുമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയം നമ്മളിത് കുഴച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി പുരട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് വെച്ചിട്ട് ഡബിൾ സൈസ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ബൗളിലേക്ക് ഒരല്പം ബട്ടർ കൂടി പുരട്ടാം. മാവ് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നനഞ്ഞ തുണി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. നമ്മുടെ മാവ് ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നമുക്കിനി ഒന്നുകൂടെ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിനി ഇതിനെ ഒന്ന് ചപ്പാത്തി കോല് വെച്ചൊന്ന് പരത്താം. ഇതിലെ എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്നത്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അതിനെ ഒന്നും കൂടി ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം.
ഈ പാത്രത്തിലാണ് ഞാൻ ബ്രെഡ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നമ്മൾ ഉരുട്ടി എടുത്ത് വെച്ചിരിക്കുന്നതിനെ ആ മാവ് നമുക്ക് ബ്രെഡിന്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് പാത്രത്തിൽ വെച്ചിട്ട് അതിന്റെ ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം. 1 മണിക്കൂർ വെക്കുമ്പോഴേക്കും ഈ മാവ് ഒന്ന് പൊങ്ങി വരും. ഇപ്പം ഞാൻ ഈ മാവ് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് പാത്രത്തിന്റെ മുകളിലേക്ക് ആ ബ്രെഡിന്റെ ഷേപ്പിൽ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു മുട്ട ബീറ്റ് ചെയ്തത് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ബേക്കായിട്ട് വരുമ്പോൾ ഇതിന്റെ ഉൾഭാഗത്ത് നല്ലൊരു കളറായിരിക്കും. കുറച്ച് മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. $150°C പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി. നമ്മുടെ ബ്രെഡ് പാകമായി കിട്ടും. ഇപ്പം നമ്മുടെ ബ്രെഡ് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ നിന്ന് വയറാക്കിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ മിൽക്ക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 15 മിനിറ്റ് സമയം ഒന്ന് കുഴക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കാവുന്നതാണ്.